അടിപൊളിയാണ്. പിന്നെ അതിൻ്റെ എഫേർട്ട് ഞാൻ ആക്ച്വലി കണ്ടായിരുന്നു ലൊക്കേഷനിൽ ഇങ്ങനെ ഒരാഴ്ച പോയപ്പോൾ ഇവരുടെ ആ ഒരു മൂവി എടുത്തതിൻ്റെ എഫേർട്ടൊക്കെ കണ്ടാണ്. സോ നല്ല മൂവി. ആക്ഷൻ അടിപൊളിയാണ്. ഒരുപാട് ഭയങ്കര സന്തോഷമായി. അടിപൊളി. സൂപ്പറാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണാൻ. കുറേ ആൾക്കാരുടെ ഹാർഡ് വർക്കിംഗ് ഉണ്ട് ഈ പടത്തിൽ. എല്ലാവരും കണ്ട അഭിപ്രായം പറയണം. ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, എല്ലാവരും കാണാൻ കണ്ടിട്ട് പോവുകയാണ്. മോശമാണ്, അടിപൊളിയാണ്. അത് പുള്ളിയാണ് ചെയ്തതെന്ന് അറിയാനുണ്ട്. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവില്ല. എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾ അഭിനയിച്ചിട്ടുണ്ട്, ഷോണും ഹനാനും. അവരുടെയൊക്കെ ലൈക്ക് ഹനാനൊക്കെ ആദ്യമായിട്ട് ഫിലിം തന്നെ, അതൊക്കെ അടിപൊളിയായിട്ട്. ടീസർ ചെയ്തിട്ടാണ് എനിക്ക് ഇങ്ങനെ ഫിലിമിൽ അവസരം. അതെ അതെ, ഇൻസ്റ്റാഗ്രാമിൽ. താങ്ക് യു ഷെരീഫ് ക ഫോർ ഗിവിംഗ് ദിസ് ഓപ്പർച്യൂണിറ്റീസ് ഫിലിം. എന്താ പറയുക, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല. എല്ലാവരും കണ്ടില്ലേ ഫിലിം? കണ്ടില്ല എല്ലാവരും? കുറേ കാലത്തെ സ്വപ്നമാണ് നമുക്കിങ്ങനെ, കുറേ കാലത്തെ കഷ്ടപ്പാടിലാണ് ഇങ്ങനെ ഫിലിമിൽ എത്തിപ്പെടുന്നത്. സന്തോഷം. ഒരു പക്ക ആക്ഷൻ ഇടിപ്പടം, അടിപൊളിയാണ്. അല്ല, അത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ ഇങ്ങനെ ആ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അതിൽ തന്നെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. രവി ബസ്റൂട്ടിന്റെ ബീജം എങ്ങനെ സീൻസിൽ ആക്ച്വലി രണ്ടാമത്തെ പ്രാവശ്യമാണ് രവി ബസ്റൂട്ടിൽ കിട്ടുന്നത്. ക്യൂബ്സിൻ്റെ ഒരു പടം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രതീക്ഷയാണല്ലോ. അപ്പോൾ ആ പ്രതീക്ഷിക്കുന്ന പടം അല്ല, ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ രണ്ടോ പടങ്ങളും ഇപ്പോഴും ഡിഫറൻ്റ് അല്ലേ, നോർമൽ പടങ്ങളല്ലല്ലോ. രണ്ടും ആക്ഷൻ മാസിന് BGM ഒക്കെ അറിയാം. പിന്നെ ഇതിൽ 1-2 ക്യാമിയോ റോൾസ് ഉണ്ട്, അത് അടിപൊളിയാണ്. ഒരിക്കലും മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസസ് ആണ് എനിക്ക് കിട്ടിയത്. ആ ഷൂട്ടിംഗ് ടൈമും ആ ആനയുടെ കൂടെയുള്ള സീക്വൻസ് ഒക്കെയാണ്. എനിക്ക് നിങ്ങളുടെ എൻഡ് ക്രെഡിറ്റ്സിലും കണ്ടിട്ടുണ്ടായിരുന്നു. അതിന് കുറച്ച് പോർഷൻസ് ഉണ്ട്. എന്താ പറയുക, എല്ലാം ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ബാക്കി നിങ്ങളെല്ലാവരും കൂടെ ഈ സിനിമ കണ്ടിട്ട് പറയും. ഒരു അടിപൊളി ആക്ഷൻ പടം തന്നെയാണ്. കാഴ്ചയ്ക്ക് പറ്റി ഫാമിലിക്ക് കാണാൻ പറ്റിയ പടമാണ്. എല്ലാവരും നന്നായിട്ട് ഉപയോഗിച്ചു. ജഗദീഷ് സാറ് പറഞ്ഞതുപോലെ ആൻ്റണിയുടെ ജീവിതത്തിൽ ഉണ്ടായ നല്ലൊരു പ്രോജക്റ്റ് പടമാണ്. ഇനി അവൻ്റെ ജീവിതത്തിൽ ഈ പടത്തിലൂടെ ഒത്തിരിയേറെ നല്ല പടങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കും. വളരെ ത്രില്ലിംഗ് ആയിരുന്നു, നല്ല ആക്ഷൻസ്. ഇത് മാർക്കോ പോലെ ഉള്ള പടമല്ല, നല്ല പടമാണ് ഈ ക്യൂബൻസ് ടീം ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. ഫാമിലിക്ക് വന്ന് കാണുവാനും ജീവിതത്തിൽ നമ്മൾ സ്വന്തം കാലിൽ നിൽക്കണമെന്നും മറ്റുള്ളവർക്ക് മാതൃകയാകാനും പറ്റിയുള്ള പടമാണ്. നമ്മുടെ ഉറ്റയിലും കൂടെയുള്ളവരെ കൂട്ടി നിർത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് വിജയം സാധിക്കുകയുള്ളൂ. നമ്മൾ കുറച്ച് പണങ്ങൾ സമ്പത്തുകൾ കാണുമ്പോൾ ഓടിപ്പോകാതെ കൂടെ നിന്ന് ഒരുമിച്ച് നിന്ന് ജീവിതത്തിൽ വിജയം നേടുവാനായിട്ട് സാധിക്കും. നല്ല ട്വിസ്റ്റോടുകൂടി ഉള്ള നല്ല പടം, വെരി എൻ്റർടൈൻമെൻറ്റ്, സൂപ്പറായിരുന്നു, സൂപ്പർ ഡ്യൂപ്പർ. കാട്ടാളൻ എൻ്റെ ടീമിന്, ക്യൂബൻസ് ടീമിന് എല്ലാവിധ മംഗളങ്ങളും ആശംസകളും. ഇതിന് വേറൊരു ഗെറ്റപ്പ്, ഒരു കാടിൻ്റെ പശ്ചാത്തലത്തിൽ എടുത്തൊരു ചിത്രമാണ് ആനക്കൊമ്പ് മൊത്തം. അപ്പോൾ ഈ വീരപ്പൻ്റെയൊക്കെ നമ്മൾ എന്താ കേട്ടിരുന്ന സംഭവമൊക്കെ ഇതിൽ കാണിച്ചിട്ടുണ്ട്. അതിൽ ഒരുപാട് കുടുംബങ്ങളുടെ അവിടെ അവർ ജീവിക്കുന്ന ചുറ്റുപാടുകളും മറ്റുള്ളവർ ഇവരെ കൊണ്ട് ചൂഷണം ചെയ്ത് ജീവിക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട്. നല്ലൊരു എൻ്റർടൈൻമെൻറ്റ്. സൂപ്പർ ഇടിയോ, നമുക്ക് ഇടിക്കാൻ തോന്നും. അത്ര ഇടിയോ, നല്ല അടിപൊളി ഇടിയോ. ശരിക്കും അങ്ങനത്തെ ഫിലിംസാണ് വരുന്നത്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും പോളും എല്ലാം ഷമീർ എഡിറ്റ് ചെയ്തിട്ടുണ്ട്, നന്നായി ചെയ്തിട്ടുണ്ട്, എല്ലാവരും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ പുതിയതൊക്കെ പഠിക്കാൻ പറ്റിയ സിനിമസാണെങ്കിലും പിന്നെ ബാക്കിയുള്ള ഇൻഡസ്ട്രിയിലത്തെ എല്ലാം, ഓൾമോസ്റ്റ് എല്ലാ ഇൻഡസ്ട്രിയിലത്തെ എല്ലാവരും ഉണ്ട് ഈ സിനിമ. അപ്പോൾ അതുകൊണ്ട് അവരുടെ കൂടെയൊക്കെ നമുക്ക് ഒരു ഭാഗമായിട്ട് അഭിനയിക്കാൻ പറ്റിയത് ഒരുപാട് സന്തോഷമാണ്. എല്ലാവർക്കും നല്ല റെസ്പോൺസ്. താങ്ക് യു.